വളരെ വിവാദമായ ഒരു സംഭവമായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ്. എന്താണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ് എന്ന് ചില ആളുകളെങ്കിലും സംശയം പ്രകടിപ്പിക്കും. നമ്മൾ അധികം ഈ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് കേൾക്കുന്നത് അമേരിക്കയിലെ നീതിന്യായ വകുപ്പ് അവിടുത്തെ ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീൻ ഫയലിലുള്ള ചില രഹസ്യ വിവരങ്ങൾ പുറത്തുവിടുമെന്നൊരു വാർത്ത പുറത്തു വന്നപ്പോഴാണ്. അത് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന്, ബിൽ ഗേറ്റ്സിന് ഒക്കെ അതിനകത്ത് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പേര് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. എന്താണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസിൽ പേര് പരാമർശിക്കപ്പെട്ടാലുള്ള കുഴപ്പം? ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജെറ്റിൽ സെലിബ്രിറ്റികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും വേണ്ടി കാഴ്ചവെച്ചു എന്ന വലിയ കുറ്റം ഈ ജെഫ്രി എപ്സ്റ്റീന് നേരെ ചുമത്തിയിരുന്നു. 2019 ഈ കേസ് നടക്കുന്നത്. ആ സമയത്ത് വിചാരണാ വേളയിൽ ജെഫ്രി എപ്സ്റ്റീൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയൽസിൽ ഏതൊക്കെ നേതാക്കളുടെ പേരുണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ അന്ന് ആദ്യത്തെ പേരുകൾ ഒരാൾ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. മറ്റൊരു പേരുകാരൻ ഈ പറയുന്ന ബിൽ ഗേറ്റ്സ് ആയിരുന്നു. ബിൽ ക്ലിന്റന്റെ പേര് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുമുണ്ട്. അത് മറ്റൊന്നുമല്ല, നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തിയത് 2017 ജൂലൈ മാസത്തിൽ ഇസ്രായേലിൽ സന്ദർശനം നടത്തിയത് അമേരിക്കയുടെ താല്പര്യത്തിനു വേണ്ടിയാണെന്നും ഒരിക്കലും ആടിപ്പാടി നരേന്ദ്രമോദി അമേരിക്കയുടെ താല്പര്യത്തിനു വേണ്ടി തൻ്റെ നിർദ്ദേശമനുസരിച്ച് പോയി എന്നാണ് എപ്സ്റ്റീൻ ഫയൽസിലെ പ്രധാനപ്പെട്ട ഇമെയിലുകളിൽ ഒന്നിൽ പറയുന്നത്. അങ്ങനെ ആ ഇസ്രായേൽ സന്ദർശനം ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഇത് പാർലമെന്റിൽ അടക്കം ഉന്നയിക്കാനാണ് തീരുമാനം. ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയുമായി എന്താണ് പ്രധാനമന്ത്രിയുടെ ബന്ധമെന്നത് വ്യക്തമാക്കണമെന്നാണ് ആവശ്യം. ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയുടെ വാക്കുകൾക്ക് വിലയില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ഇസ്രായേലിൽ പോയത് സമ്മതിക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം, എന്നാൽ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞതയോടെ തന്നെ തള്ളുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ എടുത്ത നിലപാട്. പിയാ സുനിൽ നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. പിയാ സുനിൽ, നമ്മൾ ഭയന്നിരുന്നത് പോലെ തന്നെ എപ്സ്റ്റീൻ ഫയൽസിൽ ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രിയുടെ പേരുകൂടി വരുന്നു എന്നുള്ളതാണ്. അത് മറ്റേതെങ്കിലും തരത്തിലല്ല, ബിൽ ഗേറ്റ്സിൻ്റെയോ ട്രംപിൻ്റെയോ ഒക്കെ പേര് വന്നതുപോലെയല്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിനു വേണ്ടി ഇസ്രായേലിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എപ്സ്റ്റീൻ്റെ നിർദ്ദേശമനുസരിച്ച് പോയി എന്ന് പറയുമ്പോൾ എപ്സ്റ്റീനും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒരു വലിയ ആയുധമായി മാറുകയാണോ എപ്സ്റ്റീൻ ഫയൽസിലുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം? അരുൺ, തീർച്ചയായും ഒരു പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ മറ്റൊരു വലിയ വിവാദം ഇപ്പോൾ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ലഭിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അങ്ങനെ ഒരു വലിയ വിവാദം, വലിയ ഒരു ആയുധം ഇപ്പോൾ പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുകയാണ്. അതായാലും ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ശതകോടീശ്വരനാണ്, ലൈംഗിക കുറ്റവാളിയാണ്. ജയിലിൽ കിടക്കുമ്പോൾ 2019 അദ്ദേഹം മരിച്ച സാഹചര്യമൊക്കെയാണ്. അതായാലും അദ്ദേഹത്തിൻ്റെതായി ഇപ്പോൾ പുറത്തുവരുന്ന അദ്ദേഹത്തിന്റെ രേഖകൾ, അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഫയലുകൾ, അദ്ദേഹത്തിന്റെ ഡയറികൾ, അദ്ദേഹത്തിന്റെ ഇമെയിൽ സന്ദേശങ്ങൾ, ഏതാണ്ട് ദശലക്ഷക്കണക്കിന് പേജുകളുണ്ടെന്നാണ് പറയുന്നത്. 2000-ലധികം വീഡിയോകളുണ്ട്, 2 ലക്ഷത്തോളം ഫോട്ടോകളുണ്ട്. ആ ഫോട്ടോകളിലൊക്കെ തന്നെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് വലിയ വിവാദമായി തുടരുകയാണ്. ആ ഫയലുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിച്ചുള്ള വിവരങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നത്. ഏതായാലും അതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ 2017 അന്ന് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. ആദ്യ തവണ ട്രംപ് പ്രസിഡന്റായ സമയം. അപ്പോൾ നരേന്ദ്രമോദി തന്റെ ഉപദേശമനുസരിച്ച് ട്രംപിന് വേണ്ടി ഇസ്രയേലിൽ ചില നീക്കങ്ങൾ നടത്തി. ഇറ്റ് വർക്ക് എന്നാണ് ജെഫ്രി ആ ഒരു രേഖയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് ചെയ്തത്? മോദി അവിടെ പോയി ഇസ്രയേലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി എന്താണ് ഇസ്രായേലിൽ ചെയ്തത് എന്ന് വ്യക്തമാക്കണം എന്നിപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ കോൺഗ്രസ് വക്താവ് പവൻ ഖേരയാണ് ഈ ഒരു ജെഫ്രിയുടെ ഈ ഒരു ഫയലിന്റെ ചിത്രമൊക്കെ തന്നെ പുറത്തുവിട്ടുകൊണ്ട് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇത് തള്ളിയിട്ടുണ്ട്. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചു എന്നത് ശരിയാണ്. അതേസമയം അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടില്ല. ഇത് അനാവശ്യ വിവാദം ഉണ്ടാക്കി കൊണ്ടുവരലാണ് എന്നതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന ആരോപണവുമായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉയർത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തെ അപമാനിച്ചു, വിദേശ നയം പണയപ്പെടുത്തി. അപ്പോൾ മോദി എന്താണ് ഇസ്രയേലിൽ ചെയ്തത് എന്നത് രാജ്യത്തോട് വിശദീകരിക്കണം എന്നിപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. വലിയ പ്രതിഷേധ കാഴ്ചകൾ പാർലമെന്റിൽ കാണാമല്ലോ. ഓക്കെ, താങ്ക് യു. പിയാ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജെഫ്രി എപ്സ്റ്റീൻ ഫയലിൽ പേര് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ല കേട്ടോ.
നമ്മൾ ഞെട്ടിച്ചൊരു വിവരം ഇന്നലെ ഫയലിൽ പുറത്തു വന്നിരുന്നു. അത് ബിൽഗേറ്റ്സുമായി ബന്ധപ്പെട്ടതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഗേറ്റ്സ് റഷ്യൻ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അതിനുശേഷം ഈ ബിൽഗേറ്റ്സിന് വളരെ ലൈംഗിക രോഗം ബാധിച്ചുവെന്നും ആ ലൈംഗിക രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഈ എപ്സ്റ്റീൻ തന്നെ തയ്യാറാക്കി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളൊന്നും മെലിൻഡയ്ക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ എപ്സ്റ്റീൻ ഫയൽസിലുള്ള കാര്യങ്ങളാണ്. ഉള്ളതായിരിക്കുമോ എന്തോ. എന്തായാലും നമ്മൾ കാണുന്ന ചില ആളുകളൊന്നും യഥാർത്ഥത്തിലുള്ള ആളുകൾ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പുറത്തു വരുമ്പോഴാണ് നമ്മൾ അറിയുക. പ്രത്യേകിച്ച് ബിൽഗേറ്റ്സിനെ കുറിച്ചൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചെറിയ വിഷമം ഉണ്ടാവുന്നു, അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിഷമിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഫയലുകളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഒരുപാട് വീഡിയോയും ഒരുപാട് ഫോട്ടോയും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണോ